മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറി എന്ന ആത്മീയ ഗ്രന്ഥം നമ്മളിൽ പലർക്കും പരിചയമുണ്ടായിരിക്കും. വിശുദ്ധയ്ക്ക് ഈശോയിൽ നിന്ന് ലഭിച്ച വെളിപാടുകളാണ് ഈ ഡയറി കുറിപ്പിലുള്ളത്. പ്രാരംഭത്തിൽ ഈശോയിൽ നിന്ന് ലഭിക്കുന്ന വെളിപാടുകൾ മറ്റുള്ളവരോട് പറയുവാനും സ്വയം എഴുതി സൂക്ഷിക്കുവാനും വിശുദ്ധയ്ക്ക് ഭയമായിരുന്നു. എന്നാൽ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നുള്ളിൽ നിന്ന് ഒരു തോന്നൽ വരികയാണ്. അതിപ്രകാരമാണ്: ഈശോ തനിക്ക് ഈ വെളിപാടുകൾ നൽകുന്നത് തന്നിലൂടെ ദൈവഹിതം ഈ ലോകത്തിൽ നടപ്പിലാക്കാനായിരിക്കും. ആയതിനാൽ ആകുലചിത്തയാകാതെ ദൈവഹിതം പൂർത്തിയാക്കുക എന്ന്. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ആകുലചിത്തരാകാതെ ദൈവഹിതം പൂർത്തിയാക്കുക എന്നതാണ് നമ്മുടെ കടമയെന്ന് ശ്ലീഹാകാലത്തിലെ 5-ാം ഞായറാഴ്ചയിലെ വചനഭാഗങ്ങളിലൂടെ തിരുസഭ മാതാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒന്നാമത്തെ വായന നിയമാവർത്തന പുസ്തകം 1-ാം അധ്യായം 33 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. ദൈവഹിതം നിറവേറ്റാതെ ദൈവത്തിനു മുമ്പിൽ അവിശ്വസ്തതപൂർവം ജീവിച്ചതുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾ കാദേശിൽ അത്രയും കാലം താമസിക്കേണ്ടി വന്നതെന്ന് ദൈവം മോശ വഴി ഇസ്രായേൽ ജനത്തെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നാൽ ദൈവഹിതം നിറവേറ്റിയ യെഫുന്നായുടെ മകനായ കാലേബും നൂനിൻ്റെ പുത്രനായ ജോഷുവായും നിങ്ങളുടെ ശിശുക്കളും നന്മ തിരിച്ചറിയാൻ ഇനിയും പ്രായമാകാത്ത കുട്ടികളും വാഗ്ദാന ഭൂമിയിലേക്ക് പ്രവേശിക്കുമെന്ന് ദൈവം മോശ വഴി അവരോട് അരുളി ചെയ്യുകയാണ്. രണ്ടാമത്തെ വായന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 21 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. ദൈവഹിത പ്രകാരം വിശ്വസ്തതയും നീതിയും ധർമ്മവും കുടികൊണ്ടിരുന്ന ഇസ്രായേൽ സമൂഹത്തിൽ എങ്ങനെ കലഹപ്രിയരും കള്ളന്മാരും കോഴ കുതിക്കുന്നവരും അനാഥകളുടെയും വിധവകളുടെയും അവകാശം പരിഗണിക്കാത്തവരും ഉണ്ടായി എന്ന് ദൈവം പ്രവാചകൻ മുഖേന ചോദിക്കുന്നതാണ് ഇന്നത്തെ രണ്ടാമത്തെ വായന. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് ഇന്നത്തെ ലേഖന ഭാഗം. എല്ലാ വരങ്ങളുടെയും പ്രധാന ലക്ഷ്യം സ്നേഹമായിരിക്കണമെന്നും നിങ്ങൾ ആത്മീയ കാര്യങ്ങളിൽ ഉത്സവരായിരുന്നുകൊണ്ട് സഭയുടെ ഉത്കർഷണത്തിനായി യത്നിക്കണമെന്നും ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ സുവിശേഷം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 22 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. ദൈവത്തിൻ്റെ പരിപാലനയിൽ നാം സദാ ആശ്രയിക്കണമെന്ന് ഈശോ ഇന്നത്തെ വചനഭാഗങ്ങളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതിനാൽ ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് നാം ആകുലചിത്തരാകാതെ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവാൻ ഈശോ നമ്മെ പഠിപ്പിക്കുന്നു. ഇന്ന് ഈശോയെയും അവിടുത്തെ രാജ്യത്തെയും നമുക്ക് സ്വന്തമാക്കാൻ പറ്റാതെ പോകുന്നതിൻ്റെ പ്രധാന കാരണം നാം പല കാര്യങ്ങളെയും കുറിച്ച് ആകുലരായിരിക്കുന്നത് കൊണ്ടാണ്. എന്തിനും ഏതിനും ആകുലപ്പെട്ട് നാം പലപ്പോഴും ജീവിക്കാൻ പോലും ഇന്ന് മറന്നു പോകുന്നു. വിശുദ്ധ ഫ്രാൻസിസ് സാലിസിൻ്റെ ഭക്തിമാർഗ പ്രവേശിക എന്ന പുസ്തകത്തിൻ്റെ 269-ാം ഖണ്ഡിക നമ്മെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു: കൽപ്പനകളുടെ ലംഘനം കഴിഞ്ഞാൽ അഥവാ പാപം കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു അസ്വസ്ഥതയാണ് അഥവാ ആകുലതയാണ് എന്ന്. സർവവും സൃഷ്ടിച്ച് അതിനെ നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന നല്ല തമ്പുരാന്റെ മക്കളായ നാം എന്തിന് യഥാർത്ഥത്തിൽ ആകുലപ്പെടണം? ഇന്നലകളുടെ ദൈവകരുണയെ ഓർത്താൽ, ഇന്നത്തെ ദൈവസ്നേഹത്തിൽ ജീവിച്ചാൽ, നാളത്തെ ദൈവകരുതലിനെ പറ്റി ധ്യാനിച്ചാൽ ഈ മനുഷ്യായുസ്സിൽ ഒരു നിമിഷം പോലും ആകുലപ്പെടാൻ മനുഷ്യന് സമയമുണ്ടാകില്ല എന്നാണ് വിശുദ്ധ അഗസ്തീനോസ് നമ്മെ പഠിപ്പിക്കുന്നത്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, സദാ നമ്മെ പരിപാലിക്കുന്ന ദൈവം നമ്മോടുകൂടെ എപ്പോഴും ഏത് സാഹചര്യത്തിലും സമയത്തിലും നമ്മോടൊപ്പം ഉണ്ടായിരിക്കുമെന്നതാണ് ദൈവപരിപാലന. അതിനാൽ ഭൗതിക നിക്ഷേപങ്ങൾ സമ്പാദിക്കാനായി നമ്മുടെ ജീവിതം മാറ്റിവെക്കാതെ സ്വർഗത്തിൽ നിക്ഷേപം സംഭരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ആകയാൽ പ്രിയരെ, ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് ദൈവഹിതമാണെന്ന് മനസ്സിലാക്കി ആകുലചിത്തരാകാതെ ദൈവത്തിൻ്റെ പരിപാലനയിൽ സദാ ആശ്രയിച്ചുകൊണ്ട് ദൈവഹിതം പൂർത്തിയാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.